അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരം കണ്ടാലോ? എല്ലാ വൈകുന്നേരവും ഇങ്ങനെയല്ല കേട്ടോ, പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ വൈകുന്നേരം ക്ലാസ്സും വിട്ടിട്ട് നേരെ വന്നത് പ്രിൻ്റ് എടുക്കാനാണ്. പ്രിൻ്റ് എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴക്കാറുണ്ടേനും, പകുതി എത്തിയപ്പോഴത്തേക്കും മഴയും പെയ്തു. കോട്ട് നനയ്ക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ഞാൻ കോട്ട് നനച്ച് തന്നെ വരേണ്ടി വന്ന്. അങ്ങനെ യൂണിഫോമൊക്കെ മാറ്റി മേലും കഴുകിയിരിക്കുമ്പോഴാണ് ഗ്യാസ് നിറയ്ക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. ഞാൻ രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അധികം ഈ ഗ്യാസ് തീർന്നത്. ഇന്ന് ഞാൻ കറി ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുമ്പോൾ എന്ത് തീർന്നത്. അതുകൊണ്ട് എന്താ കോളേജിൽ ഞാൻ ലഞ്ചിൻ്റെ കൂടി കറി കൊണ്ടുപോയില്ല. നല്ല ഉപകാരം അല്ലേ? അങ്ങനെ ഞാൻ ഗ്യാസും പൊക്കി പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയില്ലേനെ, പക്ഷേ ഞാൻ പകുതി എത്തിയപ്പോൾ മഴ പെയ്ത്. അല്ലെങ്കിലും ഇങ്ങനെ ഞാൻ എപ്പം പുറത്തിറങ്ങുമ്പോഴേക്കും മഴ പെയ്യുന്നത്. ഒന്ന് രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ, വൈകുന്നേരം ഞാൻ ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ ഈ സമയത്തെ മഴ പെയ്യും. അതിൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെ പെയ്യാറില്ല. അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ നിറച്ച് വന്നപ്പോഴത്തേക്ക് ഈ കുലുമാൽ എനിക്ക് എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല. കുറേ നേരത്തെ എൻ്റെ പരാക്രമത്തിന് ശേഷം സാധനം ഞാൻ സെറ്റാക്കി എടുത്ത്. പിന്നെ രാവിലെ ആവാതെ പോയ കറി ഞാൻ അവിടെ വെച്ച് ഡ്രസ്സ് മാറ്റി വന്ന് അതിൽ വറവിട്ട്. അപ്പം എങ്ങനെ ചോറ് കഴിക്കാം അല്ലേ? ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അസൈൻമെൻറ്റ് എഴുതണം, ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട് എഴുതണം, പിന്നെ ഒരു പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ഒരു കുഞ്ഞ് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.